ഇനി നേരെ കൊച്ചിയിലേക്കാണ്. വിപിൻ സി വിജയനുണ്ട്. വിപിൻ സി വിജയൻ ഇൻഫോ പാർക്കിൽ നിന്നാണ് ചേരുന്ന. വിപിൻ, എന്തായാലും ആവേശ പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്താണ് അവിടുത്തെ ആൾക്കാർക്ക്, ആരാധകർക്ക് അവരുടെ ഒരു ആവേശം എത്ര കണ്ടുണ്ട്? അനിൽ, കനക കിരീടത്തിലേക്ക് മുത്തമിടാൻ ആര് എന്നുള്ള ചോദ്യത്തിന് അത് നെഞ്ചിടിപ്പാണോ ആവേശമാണോ എന്നറിയാതെ ലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതിപ്പോ ഇൻഫോ പാർക്കിനടുത്താണ്. ഇവിടെ ഈ അർജന്റീന ആരാധകരുടെ ഒരു ആവേശം കണ്ടാൽ തോന്നും കപ്പ് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഒരു കളി ബാക്കിയുണ്ട് എന്നുള്ളത് പോലും അറിയില്ല, അല്ലെങ്കിൽ അതുപോലും അവർ കണക്കാക്കുന്നില്ല. അത്ര തന്നെ കപ്പ് കിട്ടിയ പോലെയാണ് ആ ഒരു ആവേശമുള്ളത്. നമ്മൾ കാണുന്നുണ്ട് ഒരു കപ്പിന്റെ മാതൃക ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ആ കപ്പിന്റെ, ഞാനൊന്ന് അങ്ങോട്ടേക്ക് വരട്ടെ, ഒരു മിനിറ്റ്. സ്പെയിൻ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് കളികൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് തന്നെ ഉള്ളതാണ് ഈ കളി. ഉറപ്പാണ്. മെസ്സി ഗോളിന് ആദ്യം ഒരു ഗോൾ അടിച്ചാൽ തിരിച്ചടിക്കും 3-1. മെസ്സി തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ആ 90 മിനിറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കും 90 മിനിറ്റിന് വേണ്ടി. പറ്റും കുട്ടികളുണ്ട്, നാളെ ലീവാണല്ലേ, പൊളിച്ചടുക്കി കളി കണ്ടിട്ടേ കിടക്കുന്നു. അനിൽ, ഇവിടെ കപ്പ് വന്നു കഴിഞ്ഞു. അടിപൊളി കപ്പ്, സൂപ്പർ. വിപിൻ എന്തോ തിളച്ചു പറയുന്നുണ്ടല്ലോ അവിടെ. വിപിനെ അവിടെ എന്തോ തിളച്ചു പറയുന്നുണ്ടല്ലോ. ഇതാ ഇവിടെ ഇവർക്ക് എല്ലാവർക്കും, ഇവിടെ കളി കാണാൻ വരുന്ന എല്ലാവർക്കും വേണ്ടി ഇവിടെ ഫുഡ് തയ്യാറാവുന്നുണ്ട്. ഇതാ നെയ്ച്ചോറും ബീഫുമാണ് രാത്രിക്കുള്ള ഭക്ഷണമാണ് ഈ തിളയ്ക്കുന്നത്. ഇതുപോലെ അർജന്റീനയാണോ സ്പെയിനാണോ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ കടന്ന് തിളയ്ക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒപ്പത്തിനൊപ്പം എന്ന് പറയാവുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. പക്ഷേ കേരളത്തിലെ അർജന്റീന ആരാധകർ കപ്പ് കിട്ടി അത്ര ആവേശത്തിലാണ്. അത്ര ആവേശത്തിന്റെ ഒരു കാര്യമില്ല എന്നുള്ളത് സ്പെയിൻ പറയുന്നു. ഇത് ജർമ്മനിയല്ലേ? ജർമ്മനിയാണോ? ഫിഫ ഇപ്പൊ ഈ കൊല്ലം ഉദ്ദേശിക്കുന്നത് അർജന്റീന ജയിക്കുമെന്നാണ്. ഇപ്പൊ നിങ്ങൾ 24 ഇതുപോലെ തന്നെയാണ്. ജർമ്മനി ജയിക്കും എന്നുള്ളതിലാണ് നിങ്ങളും കൂടി വന്നേക്കുന്നത്. ജർമ്മനി ഇല്ല, അതല്ല പറയണത്. ഇത്ര നാള് നമ്മ പറമ്പുകളികളെ പറമ്പുകളികളെ നടക്കണത്. ഞങ്ങ 3-4 വർഷമായിട്ട് ജർമ്മനിയിൽ കൂടി നടക്കുന്ന ആൾക്കാരാണ്. ഈ വർഷം ജർമ്മനിയെ കൈവിടാൻ തയ്യാറല്ല. ഈ വർഷത്തെ കളി കണ്ട് ആർക്കും അറിയാം ഇത് അർജന്റീനക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടി കളിയാണെന്നുള്ളത്. കമ്മിറ്റി ടീമാണ് ഇത്, കമ്മിറ്റി ടീമാണ്. ഞങ്ങൾ ഈ കൂടിയേക്കണേല് ബ്രസീലിയൻ ആരാധകരും ജർമ്മനിയും ഫ്രാൻസും കമ്മിറ്റി ടീമിന്റെ വിജയമാണ്. ബീഫ് കപ്പിലോടത്തല്ല അർജന്റീനയുടെ ദാസ്യം കാണിക്കേണ്ടത്. സ്പെയിനിൽ 2-1 വിജയിച്ചിരിക്കും. സ്പെയിൻ എത്ര 2-1. പക്ഷെ കഴിഞ്ഞ 2 കളിയിലും കഴിഞ്ഞ കളിയിൽ അനിൽ ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഏറ്റവും അവസാനത്തെ കളിയിലും ഇംഗ്ലണ്ട് ഗോൾ അടിച്ചപ്പോൾ ആരും വലിയ സന്തോഷിച്ചിരുന്നില്ല. കാരണം അവസാനത്തെ 10 മിനിറ്റിൽ ഒരു അത്ഭുതം ഉണ്ടാകും, അല്ലെങ്കിൽ ആ മിശിഹ ഒരു അവതാര പിറവി എന്നോണം അവിടെ ജനിക്കും എന്നുള്ളത് തന്നെ ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ഓരോ അർജന്റീനൻ ഫാൻസ് ഇരുന്നത്. കഴിഞ്ഞ 2 കളിയിലും അത് തന്നെയാണ് സംഭവിച്ചത്. 90 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അർജന്റീന തോൽപ്പിക്കാൻ. 90 മിനിറ്റ് കഴിഞ്ഞ സന്തോഷിക്കാൻ അതുവരെ നോക്കും. 90 മിനിറ്റ് അനിൽ പറഞ്ഞതുപോലെ 5:30 ആയിട്ടേ ഉള്ളൂ. ഇനിയും ഒരു 6-7 മണിക്കൂർ നമ്മൾ കാത്തിരിക്കണം. പക്ഷേ അതിന്റെ എല്ലാ ത്രില്ലിലുമാണ് കേരളത്തിലെ ഓരോ ഭാഗവും. ഈ കൊച്ചിയും ഈ ഇൻഫോ പാർക്കും അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുണ്ട്. ഈ പറഞ്ഞതുപോലെ ഭക്ഷണം അടക്കം ഒരുക്കിക്കൊണ്ട് ആ നെഞ്ചെടുപ്പോടുകൂടി കാത്തിരിക്കുന്നു. സ്പെയിനാണോ അർജന്റീനയാണോ എന്നറിയാൻ ഏറ്റവും സുന്ദരമായ ഒരു മത്സരത്തിന് കാത്തിരിക്കുകയാണ് നമ്മൾ എല്ലാവരും. ഇവനൊക്കെ നാളെ അവധിയാണല്ലേ? സൂപ്പർ. അപ്പോൾ അത്രയും ത്രില്ലിലാണ് അനിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.